മാവോയിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ NIA പരിശോധന. മുരളി കണ്ണമ്പിള്ളിയുടെ എറണാകുളം തേവക്കലിലെ വീട്ടിലാണ് പരിശോധന. കീർത്തി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. കീർത്തി, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്? ലഭ്യമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് NIA പരിശോധന നടത്തുന്ന എന്ന പേരിട്ടിരിക്കുന്ന എറണാകുളം തേവക്കലിലെ മുരളി കണ്ണമ്പിള്ളിയുടെ മകന്റെ വീട്ടിലാണ് ഇപ്പോൾ NIAയുടെ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം, മാവോയിസ്റ്റ് നേതാക്കളിൽ മുന്നണി പോരാളികളിൽ പ്രധാനിയാണ് മുരളി കണ്ണമ്പിള്ളി. അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. അദ്ദേഹം ഇവിടെ വായനയും വിശ്രമമൊക്കെയായി കഴിയുകയാണ്. രാവിലെ ഒരു 6:30യോടുകൂടി ഈ ഗേറ്റിന്റെ പൂട്ടുപൊളിച്ചാണ് NIA സംഘം, ഹൈദരാബാദിലെ NIA സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത്. ഒപ്പം തന്നെ കേരള പോലീസിന്റെ സഹായവും ഇവിടെയുണ്ട്. രാവിലെ 6:30യോടുകൂടി തന്നെ പരിശോധന ആരംഭിച്ചു. ഈ ഒരു സമയത്തും ഇവിടെ പരിശോധന തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രയിൽ സഞ്ജയ് ദീപക് റാവു തുടങ്ങിയ മാവോയിസ്റ്റ് നക്സൽ നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സഞ്ജയ് ദീപക് റാവുമായി ഇദ്ദേഹത്തിന് ഈ മുരളി കണ്ണമ്പിള്ളിക്ക് സൗഹൃദമുണ്ടെന്നൊക്കെയുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നതെന്നാണ് അനുമാനിക്കുന്നത്. ഇതിലൊന്നും തന്നെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു ഉറപ്പൊന്നും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ പരിശോധന ഇവിടെ തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലെത്തി അദ്ദേഹം ഒരു ഹൃദ്രോഗിയായ അദ്ദേഹത്തിന് 4 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. പിന്നീടാണ് ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. 2015 മെയ് 8-നായിരുന്നു അദ്ദേഹത്തിനെ പൂനെയിൽ നിന്നും പിടികൂടിയിരുന്നത്. പിന്നീട് ഹൃദയ ശസ്ത്രക്രിയയ്ക്കോ തുടർന്നുള്ള ചികിത്സയ്ക്കായൊക്കെ അദ്ദേഹം പലവട്ടം ജാമ്യത്തിനായൊക്കെ തന്നെ അപേക്ഷിച്ചിരുന്നു. വലിയ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ പല നാടുകളിലായി പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. അത്രയും വലിയൊരു പോരാളിയാണ് ഈ മുരളി കണ്ണമ്പിള്ളി. പിന്നീടാണ് അദ്ദേഹത്തിന് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നത്. ആഴ്ചയിലൊരിക്കൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഒപ്പിടേണ്ടതാണ് അദ്ദേഹം. ഇപ്പോൾ ഹൃദ്രോഗി അദ്ദേഹത്തിന് അത്തരം നിയന്ത്രണങ്ങളോടുകൂടിയായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ NIA സംഘം, ഈ ഹൈദരാബാദിലുള്ള ഈ NIA സംഘം കോടതിയിൽ നിന്നും സെർച്ച് വാറന്റോടു കൂടിയാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തി ഗേറ്റിൻ്റെ പൂട്ടുപൊളിച്ച് വീടിനകത്തേക്ക് കയറിയത്. ഇപ്പോഴും ഇവിടെ പരിശോധന തുടരുകയാണ്. 8 പേരടങ്ങുന്ന NIA സംഘമാണ് ഇതിനുള്ളിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എന്ത് സാഹചര്യത്തിലാണ്, എന്ത് കാരണത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പരിശോധന എന്നൊന്നും തന്നെ ഇതിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനെ ഈ സഞ്ജയ് ദീപക് റാവുവായ ഈ മാവോയിസ്റ്റ് നക്സൽ നേതാവായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിലുള്ളൊരു ബന്ധത്തിലാണോ ഇത്തരം അന്വേഷണം, പരിശോധന എന്നൊക്കെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. ആര്യ, ഇപ്പോഴും ഇവിടെ പരിശോധന തുടരുകയാണ്. തീർച്ചയായും മാവോയിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ NIA പരിശോധന. മുരളി കണ്ണമ്പിള്ളിയുടെ എറണാകുളം തേവക്കലിലെ വീട്ടിലാണ് പരിശോധന മാവോയിസ്റ്റ് അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കീർത്തി മോഹനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.